ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സീഡ് സൈക്ലിങ്ങിനെ പറ്റിയിട്ട്. സീഡ് സൈക്ലിങ്ങിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത് സീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു ഹോർമോൺസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ്. അതിൽ 4 ടൈപ്പ് സീഡ്സിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞത്. അതായത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് ആൻഡ് സെസമി സീഡ്. ഈ 4 സീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓവുലേഷനും അതുപോലെ ലൂട്ടിയൽ ഫേസിലുള്ള ഹോർമോൺസിൻ്റെയും ഒക്കെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പംകിൻ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പംകിൻ സീഡല്ല, പംകിൻ ഉപയോഗിച്ച് എങ്ങനെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം നിങ്ങളൊരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്പേമിന് ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ പംകിൻ സീഡിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓവുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷനും കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ ഫൈബറും അതുപോലെ വിറ്റമിൻ സിയും ഈ ഒരു പംകിനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ എൽ-അസ്കോർബിക് ആസിഡും അതുപോലെ അസ്കോർബിക് ആസിഡും നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് നല്ലതുപോലെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ ശരീരത്തിൽ അയേണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും സഹായിക്കുന്നു. അയേണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ ആ ഒരു ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. സാധാരണ പലർക്കും അയേണിന്റെ മെഡിസിൻസ് എടുത്താലും അയേൺ കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ അബ്സോർപ്ഷൻ, അതായത് അത് ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കണമെന്നില്ല. ഇതിനെ ഒന്ന് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് പംകിൻ കഴിക്കുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലൂട്ടിയൽ ഫേസിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് പോകുന്നതിനും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഈ പംകിൻ കഴിക്കുന്നത് സഹായിക്കുന്നു. അതുമാത്രമല്ല, പംകിനിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യവും മാഗ്നീഷ്യവും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും നമുക്ക് തരുന്നുണ്ട്. മാഗ്നീഷ്യം നമുക്ക് തരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും തന്നെ പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പ്രഗ്നൻസിയുടേതായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസിയുടേത് പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിനെ നമ്മൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്നൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പീരിയഡ്സ് ആകുന്നതിന് മുൻപുണ്ടാവുന്ന ലക്ഷണങ്ങൾ. ചിലർക്ക് പീരിയഡ്സ് ആകുന്നതിന് 2-3 ദിവസം മുൻപായിരിക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് പീരിയഡ്സ് ആകുന്നതിന് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയോ മുമ്പൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. പലരും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും പ്രഗ്നൻസി ആണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് പലപ്പോഴും നമ്മളിലുണ്ടാവുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇത് ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് മഗ്നീഷ്യം നമ്മളുടെ ശരീരത്തിൽ എത്തുന്നത് സഹായിക്കുന്നു. ഇത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്, അതായത് പ്രിമെൻസ്ട്രൽ ആയിട്ടുള്ള നമുക്ക് വരുന്ന ലക്ഷണങ്ങളുടെയൊക്കെ ആ സിംറ്റംസ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് സ്പേമിന്റെ DNA-യും അതുപോലെ എഗ്ഗിന്റെ DNA-യും സപ്പോർട്ട് ചെയ്യുന്നു. സ്പേമിനും എഗ്ഗിനും DNA-യുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ മിസ്കാരേജ് ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതകളുണ്ട്. ജനിതകപരമായിട്ട് വൈകല്യം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഒന്നുകിൽ ഏർലി സ്റ്റേജിൽ ശരീരം തന്നെ അബോർട്ടാക്കി കളയുകയോ അല്ലെങ്കിൽ നമുക്ക് ഡിയാൻസ് ചെയ്ത് കളയേണ്ടി വരികയോ ചെയ്യുന്നു. ഇതെല്ലാം ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഈ പംകിനിൽ അടങ്ങിയിട്ടുള്ള സിങ്കും നിങ്ങളിൽ ആ ഒരു സ്പേമിനും അതുപോലെ എഗ്ഗിനും DNA-യിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഇതിലെ പ്രവർത്തനങ്ങൾ, ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് നമ്മുടെ ഹോർമോൺസിന്റെ ബാലൻസും അതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള പല നാരുകളും നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നു. ഇത് ബീറ്റാ കരോട്ടിൻ മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് മൂലം നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുമാത്രമല്ല, അമിതമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുന്നതിനും ഈ ബീറ്റാ കരോട്ടിൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് നാച്ചുറലായിട്ട് സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. സ്പേമിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് പ്രഗ്നൻസി ഉണ്ടാകാത്ത ഒരുപാട് കപ്പിൾസ് ഉണ്ട്. നമ്മൾ സ്ത്രീക്ക് ഭൂരിഭാഗം പ്രശ്നങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഒരു 50-50 ആയിട്ട് നമുക്ക് ഇതിനോട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 50% പ്രശ്നങ്ങൾ സ്ത്രീക്കുണ്ടെങ്കിൽ ബാക്കി 50% ഇതിൽ ബാധിക്കുന്നത് പുരുഷന്റെ കാര്യങ്ങളാണ്. ആ ഒരു സ്പേം
കൃത്യമായിട്ട് അതിൻ്റെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലോ ചിലപ്പോൾ 1 മാസത്തിൻ്റെയോ അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ആ റിസൾട്ട് എല്ലാം തകിടം മറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവൻ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സ്പേമിന് ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് ഉണ്ടെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലിക്വിഫേഷൻ ടൈം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്താലോ അദ്ദേഹവും കൂടി ഈ മത്തങ്ങ കഴിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫെർട്ടിലിറ്റിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പുരുഷൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മത്തങ്ങ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു കാറ്റഗറി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ന ദിവസം വരെ ഇത് ഉപയോഗിക്കാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു മത്തങ്ങ ഫുള്ളായിട്ടൊന്നും ആരും ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങളിൽ നമ്മളിപ്പോൾ മത്തങ്ങ മേടിക്കുമ്പോൾ ഒരു ഫുള്ളായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു ഡെസേർട്ടായിട്ടോ ഒക്കെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മത്തങ്ങ പായസം വെച്ചിട്ട് കുടിക്കുന്നവരുണ്ട്, അങ്ങനെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഒരിക്കലും ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കറിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതൊരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഒന്നിടവിട്ട ദിവസമോ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളത് വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് നിങ്ങളിൽ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. നമ്മളിപ്പോൾ ഈ മാസം എടുത്തു കഴിഞ്ഞാൽ ഈ മാസം തന്നെ പ്രഗ്നന്റ് ആകണം എന്ന് വാശി പിടിക്കാനായിട്ട് പാടില്ല. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മെത്തേഡ്സ് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. കാരണം ഒരുപാട് പേർക്ക് ആ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി ഒക്കെ വർദ്ധിക്കുന്നത് ചിലപ്പോൾ 2-3 മാസമൊക്കെ ഈ ടിപ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴായിരിക്കും. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാകാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ ഹാംഫുൾ ആവാത്ത ടിപ്സാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളിതൊക്കെ ഹെൽത്തി വേയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഹസ്ബൻഡിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിടുക. അദ്ദേഹവും കഴിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് പേര് കമൻസിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഹസ്ബൻഡിന് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.